ഹായ് പ്യാരെ വെച്ചു അനുസാറാണ്. എല്ലാ മക്കളും പരീക്ഷയ്ക്ക് വേണ്ടി തയ്യാറായിക്കൊണ്ടിരിക്കുകയാണ്. ഇനി കുറഞ്ഞ മണിക്കൂറുകൾ മാത്രമേ നമുക്ക് പരീക്ഷയ്ക്കുള്ളൂ. നാളെ രാവിലെ നമ്മൾ പരീക്ഷ സെറ്റ് ആക്കാൻ വേണ്ടിയിട്ട് പോകും. അപ്പൊ എല്ലാ മക്കളും അടിപൊളിയായിട്ട് എന്ത് ചെയ്യുക, പഠിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. നമ്മുടെ ലൈവുകളും നമ്മുടെ കോണ്ടന്റ് വീഡിയോസിലും ഒക്കെ എല്ലാ മക്കളും പങ്കെടുക്കുക. അപ്പൊ ഇന്ന് കൃത്യം 7:30 നമ്മുടെ മെഗാ മാരത്തോൺ ഉണ്ട്. അതിലെല്ലാ മക്കളും എന്ത് ചെയ്യണം, പങ്കെടുക്കണം. നമുക്ക് അടിപൊളിയായിട്ട് നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് ഒരു വീഡിയോയിൽ നിങ്ങൾക്ക് ഏറ്റവും വേണ്ടപ്പെട്ട ഒരു കാര്യമാണ് സാർ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പൊ എല്ലാ മക്കളും പറയാറുണ്ട്, സാർ ലെറ്റർ എഴുതാൻ ബുദ്ധിമുട്ടാണ്, അതേപോലെ ഡയറി എഴുതാൻ പ്രയാസമാണ്, ക്വസ്റ്റ്യൻ വായിക്കുന്നത് ഐഡന്റിഫൈ ചെയ്യാൻ പ്രയാസമാണ്. ഇതിനൊക്കെ ഉള്ള ഒരു സൊല്യൂഷനുമായിട്ടാണ് അനസാർ വീഡിയോയിലൂടെ വന്നിട്ടുള്ളത്. അപ്പൊ അങ്ങനെ ഒരുപാട് മക്കൾ പറഞ്ഞ് മെസ്സേജ് അയക്കാറുണ്ടായിരുന്നു. അപ്പൊ അവർക്കൊക്കെ വേണ്ടിയിട്ട് ഒരു വീഡിയോ അനസാർ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പൊ ആ വീഡിയോ ആയിട്ടാണ് അനസാർ വന്നിട്ടുള്ളത്. എല്ലാ മക്കളും ശ്രദ്ധിച്ചോ. നമുക്ക് ഒരു ലെറ്റർ എഴുതാൻ വേണ്ടിയിട്ട് നാളത്തെ പരീക്ഷയിൽ ചോദിക്കുകയാണ്. അപ്പൊ ഈ ലെറ്റർ എഴുതാൻ വേണ്ടിയിട്ട് നമുക്ക് അറിയില്ല. അതായത് ലെറ്റർ നമുക്ക് ചോദ്യം തന്നു, ഇതൊന്നും അറിയില്ല. അപ്പൊ ഇത് എങ്ങനെ അപ്ലൈ ചെയ്യണം, എങ്ങനെ ഒരു ലെറ്റർ ആക്കണം എന്നുള്ളത് നമുക്കൊരു ഐഡിയ കിട്ടുന്നില്ല. അപ്പൊ അത് എങ്ങനെ സിമ്പിൾ ആയിട്ട് നമുക്ക് എഴുതാം എന്നുള്ളതാണ് അനസാർ ഈ വീഡിയോയിലൂടെ പറയുന്നത്. എന്റെ മക്കൾ ശ്രദ്ധിച്ചു നോക്കൂ. ഒരു ലെറ്റർ നമ്മൾ തയ്യാറാക്കുമ്പോൾ എന്റെ മക്കൾ ശ്രദ്ധിക്കേണ്ടത്, മനോഹരമായിട്ടുള്ള ഒരു കള്ളി വരക്കണം. അപ്പൊ ഈ കള്ളി വരക്കണം എന്നുണ്ടെങ്കിൽ അനസാറിന്റെ മക്കളുടെ കയ്യിലൊക്കെ ഒരു സ്കെയിലും പെൻസിലും വേണം. അപ്പൊ സാറെ പെന്ന് വേണ്ടേ? പെന്നില്ലാതെ നമ്മൾ ഒരിക്കലും പരീക്ഷയ്ക്ക് പോകാൻ പാടില്ല. ഓക്കെ, അപ്പം സ്കെയിലും പെൻസിലും നമ്മൾ എന്ത് ചെയ്യണം, കൊണ്ടുപോകണം. എന്നിട്ട് എന്ത് ചെയ്യണം, ഇത്തരത്തിലുള്ള ലെറ്റർ ആണെങ്കിലും ഡയറി ആണെങ്കിലും ഒക്കെ എഴുതാൻ വേണ്ടിയിട്ട് എഴുതുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, മനോഹരമായിട്ട് ആ കള്ളി എന്ത് ചെയ്യുക, പെൻസിൽ ഉപയോഗിച്ച് നല്ല വൃത്തിയോടുകൂടി വരയ്ക്കുക മാത്രമല്ല, എഴുതുന്നതൊക്കെ നല്ല വൃത്തിയോടുകൂടി ആവണം. അപ്പൊ ഇതേപോലെ നമ്മൾ ചെയ്തതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യുന്നു, ആദ്യം വലതു ഭാഗത്ത് പ്ലേസും ഡേറ്റും കൊടുക്കും. താരീഖ് ഓർമ്മക്കാം അല്ലെ, നമുക്ക് പറയാം. അപ്പൊ അത് നമ്മൾ എന്ത് ചെയ്യുന്നു, അത് നിങ്ങൾ മെൻഷൻ ചെയ്ത് ഇന്ന സ്ഥലം ഇന്ന ഡേറ്റ് ഒന്നും കൊടുക്കണ്ട, ഇതേപോലെ നിങ്ങൾ ജസ്റ്റ് എഴുതിയിട്ടാൽ മതി. പിന്നെ നിങ്ങൾ ആർക്കാണോ എഴുതുന്നത് അവരെ പ്രിയ, അത് മിത്ര, കൂട്ടുകാരനാണെങ്കിൽ മിത്ര. ഇനി നമുക്ക് മറ്റാർക്കെങ്കിലും ആണെങ്കിൽ മറ്റാരെങ്കിലും പാഠഭാഗം ബേസ് ചെയ്തിട്ട് മറ്റാരുടെയും പേര് നിങ്ങളോട് മെൻഷൻ ചെയ്ത് എടുത്ത് പറയുകയാണെങ്കിൽ ഈ മിത്ര എന്നുള്ളത് ആ ചോദ്യത്തിൽ തന്ന ആളുടെ പേര് നമ്മൾ കൊടുക്കും. ക്ലിയർ ആണോ? പിന്നെ നമുക്ക് കോമൺ ആയിട്ട് നമുക്ക് ചോദിക്കാൻ പറ്റും, തും കൈസേഹോ, എന്തൊക്കെയുണ്ട് അല്ലേ, ഈ സുഖം തന്നെയല്ലേ, മേം യഹാം ടീക്കുഹും, ഞാൻ ഇവിടെ സുഖമായിരിക്കുന്നു. എന്നിട്ട് നമുക്ക് ഇങ്ങനെ പറയാം, മേം യഹ് പത്ര ഏക് വിശേഷ് ബാത്ത് ബത്താനെ കെ ലിയെ ലിഖ് രഹാ ഹും, ഞാൻ ഈ കത്ത് എഴുതുന്നത് ഒരു വിശേഷപ്പെട്ട കാര്യം നിങ്ങളോട് പറയാനാണ്, നിങ്ങളോട് സംസാരിക്കാൻ വേണ്ടിയിട്ടാണ് എന്ന് പറഞ്ഞ് കുച്ച് ദിൻ പെഹലെ, കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ്. പിന്നെ എന്താണോ കണ്ടന്റ്, ഇപ്പൊ നമ്മളെ പാഠഭാഗവുമായി ബേസ് ചെയ്തിട്ടുള്ള ഒരു കണ്ടന്റ് ആണെന്നുണ്ടെങ്കിൽ അത് നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഉണ്ടാവും. ഇന്ന വിഷയവുമായി ബന്ധപ്പെട്ടിട്ടാണ് കത്ത് എഴുതുന്നത്. ആ സംഭവം നിങ്ങളുടെ ഭാഷയിൽ എന്ത് ചെയ്യുക, കോണ്ടന്റ് ആയിട്ട് ഇവിടെ ഇങ്ങനെ എഴുതി കൊടുക്കുന്നു. അത് ആ ക്വസ്റ്റ്യൻ പേപ്പറിൽ തന്നെ ഉണ്ടാകും. ആ ക്വസ്റ്റ്യൻ പേപ്പറിലുള്ള സംഭവം നിങ്ങൾക്ക് ഐഡന്റിഫൈ ചെയ്ത രീതിയിൽ നിങ്ങൾ എഴുതി കൊടുത്താൽ മതി. ഒന്നും പേടിക്കണ്ട. ഈ ഒരു സംഭവം, ഈ ഒരു ഫോർമാറ്റ് നിങ്ങളുടെ മനസ്സിലുണ്ടെങ്കിൽ എന്ത് ഏറ്റവും ആ ഫോർമാറ്റ് നമ്മൾ ഇവിടെ എഴുതി കൊടുക്കുന്നു. 4 5 വരിയിൽ നമ്മൾ എഴുതി, മാർക്കിനനുസരിച്ച് നമ്മൾ എഴുതി കൊടുക്കുന്നു. അതിനുശേഷം സബ്കോ മേരാ പ്യാർ കഹ്ദേന അല്ലെ എന്നും കൂടി നമ്മൾ എഴുതി കൂട്ടി ചേർത്ത് കഴിഞ്ഞിട്ട് ഏറ്റവും ലാസ്റ്റ് തുമാരാ മിത്ര എന്ന് പറഞ്ഞിട്ട് ഇത് തുമാരാ മിത്ര എന്ന് പറഞ്ഞിട്ട് നെയിം എഴുതി കൊടുക്കുക. നിങ്ങളുടെ പേര് എഴുതുക. നിങ്ങളുടെ പേരിലാണ് നിങ്ങൾ കത്ത് എഴുതുന്നത് എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പേര് എഴുതുക. അല്ല മറ്റൊരാൾക്ക് വേണ്ടി മറ്റൊരാളുടെ പേരിലാണ് കത്ത് എഴുതുന്നുണ്ടെങ്കിൽ അവരുടെ പേര് എഴുതി കൊടുക്കുക. മനസ്സിലായില്ലേ? എന്നിട്ട് സേവാമേ അഡ്രസ്സ് കൊടുക്കുന്ന ഞാൻ പത, ഈ രീതിയിൽ നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ എന്തായടാ, ലെറ്ററായി. അപ്പൊ നമുക്ക് അറിയില്ല എന്നുള്ള ഒരു സംഭവം നമ്മൾ ഇവിടെ എന്ത് ചെയ്യാണ്, ഈ ഒരു വീഡിയോയോട് കൂടി നമ്മൾ ഒഴിവാക്കാണ്. സിമ്പിൾ ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ലെറ്റർ എഴുതാൻ പറ്റും. ഏറ്റവും ലളിതമായിട്ട്, അറിയില്ല സാറേ ഹിന്ദി പ്രയാസമാണ്, നമുക്ക് പെട്ടെന്ന് കിട്ടൂല, അങ്ങനെയുള്ളതിന് നമുക്ക് പെട്ടെന്ന് എഴുതാൻ കഴിയുന്ന രീതിയുണ്ടോ എന്ന് ചോദിച്ച എല്ലാ മക്കളും ഇത് പഠിച്ചു വെക്കണം. സിമ്പിൾ ആയിട്ട് ഇത് പഠിച്ച് കാണാതെ പഠിക്കൊന്നും വേണ്ട, സിമ്പിൾ ആയിട്ട് നിങ്ങളുടെ ഓർമ്മയിൽ ഉണ്ടായാൽ മതി. ഡേറ്റും സ്ഥലവും എഴുതണം എന്നുള്ളത് ആദ്യം നമ്മൾ ഐഡന്റിഫൈ ചെയ്യുക. ആരാണോ അഭിസംബോധന ചെയ്യുന്നത് അത് നമ്മുടെ ചോദ്യ പേപ്പറിൽ ഉണ്ടാവും, ആർക്കാണ് എഴുതേണ്ടത് എന്നുള്ളത്. ഏറ്റവും താഴെ നമ്മൾ അഡ്രസ് എഴുതുന്നു, ആ എഴുതുന്ന ആൾ ആരാണോ അവരുടെ ആ ഒരു പേരും കൂടി നമ്മൾ എഴുതി ചേർക്കുന്നു. സിമ്പിൾ ആണ്. ഓക്കെ, യെസ്. അപ്പൊ ഇതാണ് ഒരു ലെറ്റർ. ഇനി എന്റെ മക്കൾ മനസ്സിലാക്കേണ്ട മറ്റൊന്നാണ്, മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സിമ്പിൾ ഫോർമാറ്റിലുള്ള ഒരു ഡയറി അല്ലെ, ഡയറിയുടെ സിമ്പിൾ ഫോർമാറ്റ് നോക്കൂ. ഇത്തരത്തിലൊരു ഡയറി നമുക്ക് സെറ്റ് ആക്കാം. നമ്മൾ ആദ്യം എന്ത് ചെയ്യുന്നു, ഡേറ്റും അതേപോലെ ദിവസം കൊടുക്കുന്നു. നമ്മൾ ഒരു ദിവസത്തെ ഡയറി ആണല്ലോ എഴുതുക. അപ്പൊ ഇന്നത്തെ ദിവസം ആണെങ്കിൽ ഇന്ന് രാത്രി ഞാൻ ആ ഡയറി എഴുതുന്നു. അപ്പൊ നിങ്ങൾ ഒരു ഡയറി എഴുതുമ്പോൾ ആജ് കാ ദിൻ ഖുശി കാ ദിൻ ഥാ. അപ്പൊ നമുക്ക് മനസ്സിലാക്കാം, നമ്മൾ ഡയറി എഴുതുമ്പോൾ ഒന്നെങ്കിൽ എന്താകും, സന്തോഷമായിരിക്കും അല്ലെങ്കിൽ ദുഃഖമായിരിക്കും. അപ്പൊ സന്തോഷമാണെങ്കിൽ എന്റെ മക്കൾ ചെയ്യേണ്ടത് ആജ് കാ ദിൻ ഖുശി കാ ദിൻ ഥാ എന്ന് എഴുതുന്നു. ഇനി ദുഃഖമാണെങ്കിൽ ആജി കാ ദിൻ ദുഃഖ് കാ ദിൻ ദാ എന്നാക്കിയിരുന്നു. ഓക്കെ, അപ്പൊ ദുഃഖമാണെങ്കിൽ സന്തോഷാണ്ട് ഒഴിവാക്കിയാൽ മതി, സന്തോഷമാണെങ്കിൽ ദുഃഖാണ്ട് ഒഴിവാക്കിയാൽ മതി. ഇത് എന്റെ മക്കളെ ഓർത്ത് വെച്ചാൽ മതി. ഓക്കെ, ഇനി അല്ലെങ്കിൽ ആജ് കാ ദിൻ മേം കബി നഹി ഭൂൽ സക്ത, ഇന്നത്തെ ദിവസം എനിക്ക് ഒരിക്കലും മറക്കാൻ കഴിയില്ല, അങ്ങനെ എഴുതാം. പക്ഷെ ഇത് സന്തോഷവും ദുഃഖം ആ രീതിയിൽ എഴുതി നിങ്ങൾക്ക് ഒന്നുകൂടി പെട്ടെന്ന് നിങ്ങളുടെ മൈൻഡിൽ സ്റ്റോർ ചെയ്യാൻ കഴിയും. എന്നിട്ട് എന്താണ് നമ്മളോട് എഴുതാൻ പറഞ്ഞിട്ടുള്ള ആ ഡയറിയുടെ വിഷയം എന്നുള്ളത് നമ്മൾ എന്ത് ചെയ്യുന്നു, ഇവിടെ എഴുതി കൊടുക്കുന്നു.
ഓക്കെ. എന്നിട്ട് ഏറ്റവും ലാസ്റ്റ് ആജ് കാ ദിൻ മുझे കബി നഹി ഭൂൽ സക്താ, ഇന്നത്തെ ദിവസം എനിക്ക് ഒരിക്കലും മറക്കാൻ കഴിയില്ല എന്ന് നമ്മൾ അവസാനം കൂട്ടി എഴുതി ചേർത്ത് കൊടുക്കുന്നു. അപ്പൊ അതെന്താ, അത് സന്തോഷമാണെങ്കിലും ദുഃഖമാണെങ്കിലും ഒക്കെ നമ്മൾ എന്ത് ചെയ്യില്ല, ആ ദിവസം മറക്കൂല ആ രീതിയിൽ. അപ്പൊ ഇതിന്റെ ഇടയിൽ എഴുതാനുള്ള കോണ്ടന്റ് നമ്മൾ ആ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഉണ്ടാവും, എന്താണ് സബ്ജക്ട്, എന്തുമായി ബന്ധപ്പെട്ടിട്ടാണ്, അത് നമ്മൾ എന്ത് ചെയ്യുക, ഒന്ന് ഇലാബറേറ്റ് ചെയ്തിട്ട് എഴുതിയാൽ മതി. ഡയറി നമുക്ക് സെറ്റായി. സിമ്പിൾ ആയിട്ട് ഏറ്റവും ഇതിനെക്കാട്ടിലും ലളിതമായിട്ട് ഒരു ഡയറിയുടെ ഫോർമാറ്റ് നമുക്ക് ഇല്ല എന്ന് വേണമെങ്കിൽ പറയാം. ഇത്രയും ലളിതമായിട്ട് ഇങ്ങനെ എന്ത് ചെയ്യുക, ഈ ഒരു ഡയറി എഴുതുന്നത് നിങ്ങൾ പഠിക്കുക. പിന്നെ എന്റെ മക്കളൊക്കെ ചോദിക്കുന്ന മറ്റൊരു ചോദ്യമാണ്, സാറേ ഞങ്ങൾക്ക് ചോദ്യങ്ങൾ ഐഡന്റിഫൈ ചെയ്യാൻ കഴിയുന്നില്ല പെട്ടെന്ന്, അതിനെന്തെങ്കിലും ഒരു വഴിയുണ്ടോ എന്ന് എന്റെ എല്ലാ മക്കളും ഇങ്ങനെ ചോദിക്കുന്നതാണ്. അതിനുള്ളൊരു ഉത്തരമായിട്ടാണ് സാർ വന്നിട്ടുള്ളത്. ഈ ക്വസ്റ്റ്യൻ വേർഡ്സ് അറിഞ്ഞാൽ നിങ്ങൾക്ക് ചോദ്യങ്ങൾ ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കും. അപ്പൊ എന്താണ് ആ ചോദ്യം? ക്യാ എന്ന് പറഞ്ഞാൽ എന്റെ മക്കളൊക്കെ ശ്രദ്ധിച്ചോ, ക്യാ എന്ന് പറഞ്ഞാൽ എന്ത് എന്നാണ്. കബ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എപ്പോൾ എന്നാണ്. ക്യോം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തുകൊണ്ട് എന്നാണ്. കേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെ എന്നാണ്. കഹാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എവിടെ എന്നാണ്. കോൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആര് എന്നാണ്. കോൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരെല്ലാം. അപ്പൊ നമ്മൾ ചോദ്യം ഐഡന്റിഫൈ ചെയ്യണമെങ്കിൽ ക്യാ എന്ത് എന്നാണ് എന്നറിയണം. കബ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എപ്പോൾ എന്നാണ് അറിയണം. ക്യോം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തുകൊണ്ട് എന്നാണ് അറിയണം. കേസെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെ എന്നറിയണം. കഹാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എവിടെ എന്നറിയണം. കോൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആര് എന്നറിയണം. കോൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരെല്ലാം എന്നും അറിയണം. ഈ സംഭവങ്ങൾ ക്വസ്റ്റ്യൻ വേർഡ്സ് ആണ്. ഇതെന്റെ എല്ലാ മക്കളും അറിഞ്ഞിരിക്കണം. എന്നാലേ നമുക്ക് ചോദ്യം വായിക്കുമ്പോൾ വളരെ എളുപ്പത്തിൽ നമുക്ക് ചോദ്യം ഐഡന്റിഫൈ ചെയ്യാൻ കഴിയുള്ളൂ. ചോദ്യം ഐഡന്റിഫൈ ചെയ്യാൻ കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് വേഗത്തിൽ ഉത്തരത്തിലേക്ക് എത്താൻ കഴിയുള്ളൂ. ഇതെന്റെ എല്ലാ മക്കളും സിമ്പിൾ ആൻഡ് ഹംബിൾ ആയിട്ട് അറിഞ്ഞിരിക്കണം. ഓക്കെ അല്ലേ? അപ്പൊ നിങ്ങൾ സിമ്പിൾ ആയിട്ട് ഡയറി, ലെറ്റർ, അതേപോലെ ക്വസ്റ്റ്യൻ വേർഡ്സ് ചോദ്യങ്ങളൊക്കെ എന്റെ മക്കൾ ഐഡന്റിഫൈ ചെയ്തു. നാളത്തെ പരീക്ഷയിൽ എന്ത് ചെയ്യുക, അടിപൊളിയായിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം, നേരിടണം. ഒരു പ്രയാസവും ഇല്ലാതെ നിങ്ങൾ സെറ്റ് ആയിട്ട് എഴുതണം എന്നുള്ളതാണ്. അപ്പൊ എല്ലാ മക്കളും എഴുതൂലേ? യെസ്. അപ്പൊ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളൊക്കെ കമന്റ് ചെയ്യുക, നിങ്ങൾ ലൈക്ക് ചെയ്യുക. അതേപോലെ ഈ വീഡിയോ ഏറ്റവും സിമ്പിൾ ആയിട്ട് വളരെ പ്രയാസപ്പെട്ട് നിൽക്കുന്ന നിങ്ങളുടെ കൂട്ടുകാരിലേക്കൊക്കെ നിങ്ങൾ എന്ത് ചെയ്യുക, ഷെയർ ചെയ്യുക, അടിപൊളിയാക്കുക. അപ്പൊ എല്ലാ മക്കളും അടിപൊളിയായിട്ട് പരീക്ഷ ചെയ്ത. വിഷ് യു ഓൾ ദ വെരി ബെസ്റ്റ് ഗൈസ്. അഗല വീഡിയോ में फिर मिलेगा. बाय बाय.